ഞങ്ങൾ തിയേറ്ററിലെത്തി, ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ട്. ശരിയാണ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട. ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. ചേട്ടാ ഡയറക്ഷൻ മോശമായില്ല, പുള്ളിയുടെ നല്ലൊരു ഡയറക്ടറൽ ഡെബ്യൂട്ട് തന്നെയായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതാണ് ലാലിന്റെ പണം കാണാൻ വന്നത്. ലാലേട്ടൻ ഫസ്റ്റ് ഇൻട്രഷൻ പൊളിച്ചടിക്കിട്ടുണ്ട്, ഒന്നും പറയില്ല, അടിപൊളി ഡയറക്ഷനാണ്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ അല്ല നോണ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. നോട്ട് ദാറ്റ് പോയിന്റ്. ഫാൻസാർ ആർപ്പ് വിളിക്കാൻ, അതായത് ലാലേട്ടന് മുണ്ടോടക്കി കുത്ത് മീശ വിരിയില്ല, അതും പ്രതീക്ഷ പോകരുത്. ഇത് പക്ക ഒരു ഫാന്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള പടം. പോയിന്റ് മനസ്സിലായോ? അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ. അടുത്ത് കാണാം. ഞാൻ കലക്കൂടോ, താൻ നോക്കിക്കോ. ഒരു നാടോടി കഥ, ഒരു പോർച്ചുഗീസ് നാടോടി കഥ, അത് സ്ക്രീനിൽ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി അവരെ മനസ്സിൽ കണ്ടിട്ട് ലാലേട്ടൻ ഉണ്ടാക്കിയ പോലെയുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മളൊരു പഴയ ഒരു കഥാപുസ്തകമോ ഒരു അമർചിത്രയൊക്കെ വായിക്കുന്ന രീതിയിലുള്ള ഒരു സുഖം കിട്ടുന്നുണ്ട്. എങ്ങനുണ്ട് മച്ചു? നീയാണ് പുലി. പിന്നെ 3D വർക്കൊക്കെ നല്ല ക്ലാസ് ആണ്. അത് മതി, കുഴപ്പമില്ല. കുട്ടികളെ ബേസ് ചെയ്ത് തന്നെയാണ് സിനിമ ചെയ്തേക്കുന്നത്. അത് കൊള്ളാം.